സുഹൃത്തുക്കളെ, ഇപ്പോൾ തുടർച്ചയായിട്ട് 2-3 കളികളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുകയാണല്ലോ. അപ്പോൾ ഫാൻസിൻ്റെ അടുത്തൊക്കെ വലിയ ചർച്ചകളാണ്, ഇടയിലൊക്കെ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ത് പറ്റി? ഇവാൻ വുക്കുമനോവിച്ചിനെ മാറ്റണോ? അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സുകൾ ശരിയാവാതെ വരുന്നുണ്ടോ? മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് കുറവാണോ? തുടങ്ങിയിട്ടില്ല. ട്രാൻസ്ഫർ വിൻഡോ കൃത്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ? നല്ല പ്ലേയേഴ്സിനെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നുണ്ടോ? തുടങ്ങിയിട്ടുള്ള നിരവധി ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ആ ചർച്ചകളല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് തോറ്റപ്പോൾ ഞാൻ ഇവാൻ്റെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഒന്ന് നോക്കിയതാണ് ഒരു മാനേജർ എന്നുള്ള നിലയിൽ. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. ഈ വിഷയത്തിൽ നല്ല വീഡിയോസൊക്കെ നമുക്ക് ഫുട്ട് ആൻഡ് ബോൾ, ഹബീബിൻ്റെ ഫുട്ട് ആൻഡ് ബോൾ ചാനലിലൊക്കെ കാണാൻ പറ്റും. അദ്ദേഹം വളരെ ലീഡിങ് ആയിട്ട് ഇത്തരം ചർച്ചകളൊക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനും ആ വീഡിയോകളൊക്കെ കാണാറുണ്ട്. എനിവേ, അപ്പോൾ ഇവാൻ്റെ ഒരു ഫാൻ എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നാണ് കരുതിയത്. ഇവാൻ്റെ ടെഡെക്സ് ടോക്കിലൊരു ടോക്ക് ഉണ്ട് ശരിക്കും. അത് നല്ല അടിപൊളിയൊരു സ്പീച്ചാണ്. അതിൽ ഒരു ഫാൻ ബോയ്, ഞാൻ പറഞ്ഞില്ല, ഇവാൻ്റെ ഫാനാവാനുള്ള പല കാരണങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കറേജ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിഷൻ, ഇതൊക്കെ കാരണമാണ്. ഈ ടെഡെക്സ് ടോക്കിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം 13-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ, രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് പോയിട്ട് കളി കാണുകയും ആ കളി കാണുന്നതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് അടി കിട്ടുകയും, അങ്ങനെ പോകരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കാണുകയും, എന്നിട്ട് ആ ഗ്രൗണ്ടിൽ വലിയ ആവേശത്തിൽ നിൽക്കുന്ന ആ കാണികളെ കാണുമ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആവുകയും ആ ഗ്രൗണ്ടിൽ ഞാൻ കളിക്കും, എൻ്റെ ഇഷ്ട ടീമിന് വേണ്ടി കളിക്കും എന്ന് ഒരു ശബ്ദം ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് അങ്ങനെ കളിക്കാനും സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ അതൊക്കെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ മോട്ടിവേഷണലായിട്ടുള്ള സ്റ്റോറീസ് തന്നെയാണ്. സോ എനിവേ, ഒരു ഇവാൻ ഫാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, മറ്റു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജേഴ്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് റേറ്റ് എവിടെ കിടക്കുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ തുടങ്ങുന്നത് ഡേവിഡ് ജെയിംസ് എന്നാണ്. 35.2 അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് റേറ്റ്. അദ്ദേഹം സെക്കൻഡ് ടോപ്പ് വിന്നിംഗ് റേറ്റുള്ള ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചാണ്. പിന്നീട് നമ്മളിങ്ങനെ വരുമ്പോൾ ഇഷ്ഫാഖ് അഹമ്മദ് ആയിരുന്നു ഇവാൻ്റെ തൊട്ട് മുമ്പ് ഒരു ഇൻ്ററിം കോച്ചായിട്ടുണ്ടായിരുന്നത്. അറിയാലോ, കിബു പോയതിനു ശേഷം ഒരു 2 കളികളിൽ ഇഷ്ഫാഖ് അഹമ്മദ് ആയിരുന്നു കോച്ച്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ജയമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കിബു വിക്കുഞ്ഞയുടെ കീഴിൽ 18 കളികൾ കളിച്ചതിൽ വെറും 3 കളികളായിരുന്നു വിജയിക്കാൻ സാധിച്ചത്. 16.67% ആയിരുന്നു വിന്നിംഗ് റേറ്റ് കിബുവിൻ്റെ. എന്നാൽ അവിടെയാണ് ഇവാൻ്റെ ഒരു വിന്നിംഗ് റേറ്റ് നമുക്ക് എത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 46.27% ഇവാൻ വുക്കുമാനോവിച്ചിൻ്റെ വിന്നിംഗ് റേറ്റ്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം ഇഞ്ചുറി തന്നെയാണ്. ഇഞ്ചുറി വലിയൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് 17ഓളം ചെറുതും വലുതുമായ ഇഞ്ചുറീസ് ഉണ്ട്. അതിൽ തന്നെ 3-4 ഇഞ്ചുറീസ് സീസൺ തന്നെ മിസ്സാകുന്ന രീതിയിലുള്ള ഇഞ്ചുറി, എസ്പെഷ്യലി ലൂണയുടെയൊക്കെ ഇഞ്ചുറി പോലത്തെ ഇഞ്ചുറീസ്, സീസൺ തന്നെ മിസ്സാകുന്ന രീതിയിലുള്ള ഇഞ്ചുറീസൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു പ്രേതമായിട്ട് പിന്തുടരുകയാണ് ഇഞ്ചുറി പ്രശ്നങ്ങൾ. ഈ ഇഞ്ചുറി പ്രശ്നങ്ങൾ ഇങ്ങനെ പിന്തുടരുമ്പോൾ പഴയ പിന്നെ ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് രസകരമായുള്ള പല സന്ദർഭങ്ങളും കാണാൻ പറ്റും. അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1999 ഇതേപോലെ വലിയ ഒരു ചാലഞ്ച് നേരിടുകയും എന്നാൽ അതിനൊക്കെ മറികടന്നിട്ട് മുന്നോട്ട് വരികയും ചെയ്തതായിട്ടും കാണാൻ പറ്റും. അവിടെ ഇഞ്ചുറി മാത്രമായിരുന്നില്ല, കുറേ പ്ലേയേഴ്സിൻ്റെ സസ്പെൻഷനൊക്കെ കാരണമായിരുന്നു. ഫെർഗൂസൻ്റെ കീഴിലായിരുന്നു അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടായിരുന്നത്. സോ ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനും അതേപോലെ തിരിച്ചു വരാനൊക്കെ പറ്റുമായിരിക്കാം. ഇഞ്ചുറി വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഇപ്പോൾ ഇവാൻ്റെ കാര്യം ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ കീ പ്ലേയേഴ്സിനെയാണ് ഇവാൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ കീ പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ പല തന്ത്രങ്ങളും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് എല്ലാവരെയും നഷ്ടപ്പെടുമ്പം ഉണ്ടാകുന്നൊരു പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. എനിവേ, അത് നമുക്ക് ലെറ്റ്സ് കീപ് ദാറ്റ് അസൈഡ്. നമുക്ക് അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോകാം. അവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ കോച്ച്, അതായത് 8 കൊല്ലത്തിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 10 അൺബീറ്റൻ റൺ ചെയ്തിട്ടില്ല. അതായത് 10 മാച്ചസ് തോൽക്കാതെ കളിച്ചിട്ടുള്ളത് ഈ 8 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇവാൻ്റെ കീഴിലാണ് എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കണക്കുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ളത് KBFC ഇവാൻ്റെ കീഴിലാണ്. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ISL-ൽ KBFC നേടിയെടുത്തിട്ടുള്ളത് ഇവാൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജയങ്ങളും ഏറ്റവും കുറവ് പരാജയങ്ങളും നേടിയിട്ടുള്ളത് ഇവാൻ്റെ കീഴിലാണ്. ഏറ്റവും വലിയ പോസിറ്റീവ് ഗോൾ ഡിഫറൻസും
ഇവാൻ്റെ കീഴിൽ കളിക്കുമ്പോൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ തേടിയെത്തിയിട്ടുള്ളത്. ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇവാൻ മാത്രമായിരുന്നു ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ കിട്ടിയ KBFCയുടെ ഒരു കോച്ച് എന്ന് പറയുന്നത്. അത് തന്നെ ഒരു റെക്കോർഡായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ പല ISL ടീമുകളോട് നമ്മൾ ഒരിക്കലും ജയിക്കാത്ത ISL ടീമുകളോട് ജയിക്കുന്നത് ഇവാൻ്റെ കീഴിലാണ്. എസ്പെഷ്യലി FC ഗോവ 6 വർഷമായിട്ട് FC ഗോവയായിട്ട് നമ്മൾ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് 3-1 വിജയത്തോട് കൂടിയിട്ട് ആ ഒരു റെക്കോർഡ് നമ്മൾ മറികടന്നത് ഇവാൻ്റെ കീഴിലാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലേ ഓഫിലേക്ക് നമ്മൾ തുടർച്ചയായിട്ട് യോഗ്യതകൾ നേടിയത് ഇവാൻ്റെ കീഴിലാണെന്നുള്ളത്. 2022-2023 സീസണിൽ കുറച്ച് കല്ലുകടികളൊക്കെ നമുക്കുണ്ടായി. സുനിൽ ഛേത്രിയുടെ ഒരു ഗോളുമായി ബന്ധപ്പെട്ടില്ല. ഗോള് അത് ശരിയായ ഗോളല്ല എന്ന് ഇവാനും കൂട്ടരും വിശ്വസിക്കുകയും എന്നാൽ റഫറി അത് ഗോളായിട്ട് അനുവദിക്കുകയും ചെയ്തു. പിന്നീട് വലിയ ഡിബേറ്റുകളൊക്കെ ഉണ്ടായി. എന്തൊക്കെയാണെങ്കിലും ഇവാൻ്റെ കീഴിലായിരുന്നു നമ്മൾ ഇത്രത്തോളം അച്ചീവ്മെൻ്റ് എല്ലാം ചെയ്തിരുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ വിന്നിങ് റേറ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ഇവാൻ അത്ര പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്ന മറ്റു ക്ലബ്ബുകളുടെ ഹെഡ് കോച്ചസുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒന്നാമതായി സെർജിയോ ലൊബേറ, ഒഡീഷയുടെ ഹെഡ് കോച്ച്. അദ്ദേഹത്തിൻ്റെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 65.38 ആണ്. അതേപോലെ ഗോവയുടെ മനോലോ മാർക്കസിൻ്റെ നോക്കുകയാണെങ്കിൽ 61.90 ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. യുവാൻ ഫെർണാണ്ടോ, മോഹൻ ബഗാൻ്റെ കോച്ച്, ഇപ്പോഴത്തെ കോച്ചല്ല ഇതിന് തൊട്ട് മുമ്പേയുള്ള കോച്ച്, അദ്ദേഹത്തിൻ്റെ നോക്കുകയാണെങ്കിൽ 54.55 കാണാൻ പറ്റും. മോഹൻ ബഗാനത്തിന് ഇപ്പോഴുള്ള കോച്ചിനെ നോക്കുകയാണെങ്കിൽ അന്റോണിയോ ലോപ്പസിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെത് 51.52 ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവാൻ്റെ വിന്നിങ് റേറ്റ് കുറച്ച് കുറവായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റു ഹെഡ് കോച്ചുമാരുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വിന്നിങ് റേറ്റ് നോക്കുമ്പോൾ ഇവാൻ്റെത് വേ ഹയർ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇവാൻ്റെ തന്നെ മറ്റു ക്ലബ്ബുകളുമായിട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ സ്റ്റാൻഡേർഡ് ലീജ്, അത് ബെൽജിയം ക്ലബ്ബാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50% ആണ് അദ്ദേഹത്തിൻ്റെ വിന്നിങ് പെർസെൻറ്റേജ്. പിന്നെ സ്ലോവൻ ബ്രാറ്റിസ്ലാവ അതിൽ കളിക്കുമ്പോൾ 57.89% ആയിട്ടാണ് കാണാൻ പറ്റുക. പിന്നെ അപ്പോളോൺ അതിൽ വളരെ കുറഞ്ഞ മാച്ചുകളെ കളിച്ചിട്ടുള്ളൂ. അതിൽ അദ്ദേഹത്തിന് 25% ആണ്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരുമ്പോൾ 45.59% വരുന്നുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പെർസെൻറ്റേജ് ആയിട്ട് ഒരു 1 or 2% ഡിഫറൻസ് വരാം. കാരണം ചില ഡേറ്റുകളുടെ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. ബട്ട് ഓൾമോസ്റ്റ് സെയിം 45-46%. അതിന് ഇടയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇവാന് പെർസെൻറ്റേജ് ഓഫ് വിന്നിങ് പെർസെൻറ്റേജ് വരുന്നുണ്ട്. സോ പറഞ്ഞത് ഇവാൻ തന്നെയാണ് ബെസ്റ്റ് പെർഫോമിംഗ് കോച്ചായിട്ടുള്ളത് കേരളത്തിന്. അപ്പം അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്തുണ്ടായ ചില മിസ്റ്റേക്കുകൾ അത് തിരുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം. മിസ്റ്റേക്ക് എന്നൊന്നും പറയാൻ ഞാനാളല്ല, ബട്ട് അങ്ങനെ എനിക്ക് തോന്നി. ചിലപ്പോൾ സബിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അതേപോലെ തന്നെ ട്രാൻസ്ഫർ വിൻഡോ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ പറയുമ്പോഴൊക്കെയുള്ള വളരെ എക്സ്പേർട്ടായിട്ടുള്ള ചില ഒപ്പീനിയൻസൊക്കെ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ബട്ട് നമുക്കറിയില്ല എന്താണ് കോച്ചിൻ്റെയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെയും പ്ലാനൊന്നും നമുക്കറിയില്ല. സോ എനിവേ നന്നാവും എന്ന് തന്നെ കരുതാം. ഇനിയും നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് ആ സാധ്യതകൾ കാത്തിരുന്ന് കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.